അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നത്ത് ജമാഅത്തിലെ ആശയ ആദർശത്തിലും അതുപോലെ അതിരെ അടിപ്പായ ആയിട്ടുള്ള മശായിഖന്മാരെ ചരിത്രയും ഇങ്ങനത്തെ വിഷയത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഉസ്താദുമാർക്കെതിരെ ഒരു ആപാദനെ ഒരു അപപ്രചാര ഭാരി ഉഷാറിൽ നടന്നുകൊണ്ടുണ്ട്. എന്തിരെ ചൊന്നെങ്കിൽ ഞങ്ങളെ ആലിമീങ്ങളെ ചീത്ത പറയിടാറ്, ഞങ്ങളെ ഉസ്താദുമാരെ ബെടക്ക് ചൊന്നുകൊണ്ടുള്ളാറിട്ടാണ് നിങ്ങളെ ആപാദനെ. ഇതിലൊന്നും മനസ്സിലാക്കണു കൂടെ ഞങ്ങളെ ഉസ്താദന്മാർ പ്രസംഗിച്ചുകൊണ്ടുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയ ആദർശ അതിനെതിരായിട്ടാണ് വാദങ്ങളെല്ലാം കൊണ്ടുവണ്ടേ. സുന്നത്ത് ജമാഅത്തിൽ ഇല്ലാത്ത വിശ്വാസങ്ങളും ഇല്ലാത്ത സലഫി വാദങ്ങളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിനെതിരായിട്ട് സ്പീച്ച് ആക്കേണ്ടി വേണ്ട. അതിരെ ഒരു വ്യക്തിഹത്യേണ്ടി ചൊന്തു അല്ല വ്യക്തിപരമായ ആപാദനെ ചൊന്തു അതിരെ മറിച്ചുകൊണ്ടുള്ളാറ്. അങ്ങനാണെങ്കിലോ ഇതേ വിഭാഗം സലഫിക്കെതിരായിട്ട് പ്രസംഗിക്കാറ്, സലഫിക്കെതിരായിട്ട് സ്പീച്ച് നടത്തുறாറ്. അപ്പം അതെന്തും എന്താവില്ലേ, ആ സലഫിരങ്ങളെ ചീത്ത പറയിടേണ്ടത് ആവില്ലേ. ഇവിടെ ഞങ്ങളൊന്ന് മനസ്സിലാക്കണ വിഷയമാണത്. അപ്പം ഞങ്ങളെ ഉസ്താദന്മാരുള്ള പ്രസംഗത്തെ ആൾമാർ കേക്കൊക്കെ തീരാ ചുന്തു അതിൽ അപപ്രചാരാക്കടെ ആലിമീങ്ങളെ ചീത്ത പറയിടങ്ങ ഞങ്ങളെ ഉസ്താദന്മാരെ ബെടക്ക് ചൊല്ലടങ്ങ എന്തു ഇങ്ങളെ പ്രസംഗ കേക്കൊക്കെ തീരാ ചൊന്താണ് അപപ്രചാരം നടത്തിക്കൊണ്ടുള്ളേ. പക്ഷേ സുന്നത്ത് ജമാഅത്തിലെ ആശയത്തിലും ആദർശത്തിലും വിശ്വാസമുള്ള ആൾമാരെല്ലാം ആ ഉസ്താദുമാരെ പ്രസംഗം നല്ല രൂപത്തിൽ മനസ്സിലാക്കിടാറ്. കാരണം ഇങ്ങളെ കുറേ വാദമുണ്ട്. സുന്നത്ത് ജമാഅത്തിക്ക് എതിരായിട്ടുള്ള പല വാദങ്ങളാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. ഫസ്റ്റ് കൂടെ കൊണ്ടുവന്ന വാദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ട് ചൊല്ലത്. ഏത് കിതാബിലും ഇല്ലാത്ത, അതും എത്ര ഗൗരവമുള്ള വിഷയമായിട്ട് നിങ്ങൾ ചിന്തിക്കറൂ. ഉമ്മുൽ ഹസായിസിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറാനിയത്തിനെയാണ് ഇങ്ങനെ നിഷേധിച്ചുകൊണ്ടുള്ളേ. റസൂലുള്ള നൂറുൻ അലാ നൂർ, റസൂലുള്ള നൂറാണ്. അല്ലാഹു തആല റസൂലുള്ളാരെ പടക്കരമേ നൂറിൽ നിന്നാണ് എന്ന് ചൊല്ലേ. ആ നൂറാനിയത്തിനെ നിഷേധിക്കുന്ന ഒരു ഭാഗമാണ് ഇങ്ങനെ ചൊന്നിട്ടുള്ളേ റസൂലുള്ളാഹ് നിഴലുണ്ടു. ആ വാദത്തെ ഖണ്ഡിച്ചതാണ് ഉസ്താദുമാർ സ്പീച്ചാക്കിയത്. അതുപോലെ 1 2 ഉണ്ടല്ല, ഒരു ഡസൻ ഉണ്ടല്ല, 100 കണക്കിന് സുന്നത്ത് ജമാഅത്തിനെ എതിരായിട്ടുള്ള ആശയവും ആദർശമാണ് ഇങ്ങളൊട്ടിക്കുള്ളത്. അതിരെ ചൊല്ലുമ്പോൾ ഇത് ഞങ്ങളെ ചീത്ത പറയിടേ, ഞങ്ങളെ ഉസ്താദന്മാരെ ഗീബത്ത് ചൊല്ലേണ്ടിട്ട് അപപ്രചാരാക്കരുത്, ആൾമാർക്ക് തിരിയാതെന്തോ അല്ല. അപ്പോൾ ഇങ്ങനെ ആദർശമെല്ലാം നോക്കണം. ഏതുവരെ ചെന്നെങ്കിൽ മൊഹിദ്ദീൻ ഷെയ്ഖ് രക്ഷിച്ചുകൊണ്ട് ചൊല്ലകു തീരാ, മൊഹിദ്ദീൻ ഷെയ്ഖ് എൻ്റെ കാത്തത്ത് അല്ലെങ്കിൽ റസൂലുള്ള എൻ്റെ കാത്തത്ത് കൊണ്ട് ചൊല്ലകു തീരാ എന്ന രൂപത്തിലാണ് ഇങ്ങളെ വാദങ്ങളെല്ലാം പോയിട്ടുള്ളത്. അതങ്ങനെ ചൊന്നെങ്കിൽ അത് അദബ് കേടാവൂ. അതുപോലെ റസൂലുള്ളാരെ കിനാവരെ വിഷയം ഇങ്ങനത്തെ കുറേ ഉണ്ട്. റസൂലുള്ളാരെ കിനാവ് കണ്ടെങ്കിൽ അത് റസൂലുള്ളമേണ്ട ഹദീസിൽ വന്നത് നൻ്റെ രൂപത്തിൽ ഒരു ഷെയ്ത്താനുക്കും പിറകു സാധ്യമില്ലാണ്ട് റസൂലുള്ള വ്യക്തമായിട്ട് ചൊന്നതിരെ അവിടെയും സുന്നികളായ ആൾമാരുടെ ഇടയിൽ വസ്വാസാക്കര വാദങ്ങൾ കൊണ്ടുവന്നാറ്. ഇങ്ങനെ പല വാദങ്ങൾ ഒന്നു ചെണ്ടല്ല. ഇതിനെതിരായിട്ട് സത്യം എന്തിരെ ഹക്ക് എന്തിരേട്ട് ഞങ്ങൾ ഉസ്താദുമാരെ ചൊല്ലുമ്പോൾ അതിനെതിരായിട്ട് ഇങ്ങളെ വിഷയം ഞങ്ങളെ ഉസ്താദുമാരെ ഗീബത്ത് ചൊല്ലാറ്, ഞങ്ങൾ ഉസ്താദുമാരെ പച്ചയിറച്ചി തിന്നുകൊണ്ടുള്ളാറുണ്ട്. ഇത് ഞങ്ങളെ ആദർശ, ഇത് ഞങ്ങളെ ആശയ സുന്നത്ത് ജമാഅത്തിലെ ആദർശം എന്തിനുണ്ടോ അതിലാണ് ഉസ്താദുമാരെ പ്രസംഗിച്ചുകൊണ്ടുള്ളേ. ആ വിഷയത്തിലാണ് ഉസ്താദുമാരെ സ്പീച്ച് ആക്കിക്കൊണ്ടുള്ളേ. അതെല്ലാം ചൊല്ലുമ്പോൾ ആ ഉസ്താദുമാരെ സ്പീച്ച് കേൾക്കുക തീരാ, ഇങ്ങളെ പ്രഭാഷണം കേൾക്കുക തീരാണ്ട് ആക്കണമെങ്കിൽ എന്തിനാക്കണു, ഇങ്ങളെ മേലെ അപപ്രചാരം ഒന്നും ഇടണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങളെ കുറേ അപപ്രചാരം ആക്കറേ നടന്നുകൊണ്ടുള്ള ആൾമാർ. ഇങ്ങനെ നോക്കറു ഇങ്ങനെ സലഫിക്കെതിരായിട്ട് ഇങ്ങനെ സ്പീച്ച് ആക്കില്ലേ, സലഫിക്കെതിരായിട്ട് ഇങ്ങനെ അങ്ങനെ സ്പീച്ച് ആക്കട്ടെ. അപ്പം അതിൻ്റെ അങ്ങനെ പച്ചയിറച്ചി തിന്നിരണ്ടാവില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഗീബത്ത് ചൊല്ലതിൽ അതെന്തേ പെടില്ല. അതാണ് ഞങ്ങൾ ചൊന്നിട്ടില്ല. ആദർശത്തെ വിഷയത്തിലാണ് ഉസ്താദുമാർ സ്പീച്ച് ആക്കിടേ. അപ്പം ഇങ്ങനെ എത്ര ഡേഞ്ചർ ചെന്ന ഈ വർഗ, ഇത് സലഫിരെ കാട്ടി കട ആയിട്ടാണ് ഈ വർഗം മാറിയോണ്ടുള്ളേ. സലഫിരക്ക് പോലും ഇല്ലാത്ത അത്രയും കടുത്ത ശക്തമായ വാദങ്ങളാണ് ഈ ഒരു ടീമുക്ക് ബന്ധരേട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. സലഫിരെ ഞങ്ങൾ എങ്ങനെ എതിർക്കാമോ അതിനെ കാട്ടി ഒന്നുകൂടി ശക്തിയിലാണ് നിങ്ങൾ എതിർക്കൊള്ളാനായത്. കാരണം സലഫിരങ്ങ ഒരു ഗಂಟೆ സ്പീച്ച് ആക്കുന്നതും ഒരു 10 മിനിറ്റ് സ്പീച്ച് ആക്കുന്നതും ഈ 10 മിനിറ്റ് സ്പീച്ചാണ് ഏറ്റവും ഡേഞ്ചറായത്. കാരണം സുന്നി ലേബലിൽ തലക്കെട്ട് കെട്ടിയിട്ട് ഞങ്ങൾ സുന്നി ചൊന്തു ബന്ത് സലഫി ആശയത്തിങ്ങ പ്രചാരാക്കുമ്പോൾ സാധാരണക്കാരായ ആൾമാർ അതിനെ നേരിട്ട് നമ്പുറാറ്, അതിനെ വിശ്വസിക്കാറ്. അങ്ങനെ ഈമാൻ ഫസാദായിട്ട് പോണ്ടു, അങ്ങനെ ഹിദായത്ത് ഫസാദായിട്ട് പോണ്ടു. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ വർഗത്തെ വരുമ്പോൾ അതിന് ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയം ചൊല്ലകു തീരാണ്ട, അതിന് ആൾമാർക്ക് ചൊല്ലു കൊടുക്കു തീരാ ചൊന്ത. ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ങളെ വർഗം നോക്കണം. അതൊരു ശക്തമായ രൂപത്തിലെ മറുപടിക്കൂ. അങ്ങനെ ശക്തമായ രൂപത്തിൽ റസൂലുള്ളാഹിനെ നിന്ദിക്കുമ്പോൾ റസൂലുള്ളാഹിനെ നിന്ദിച്ചത് ഏതുപോലെ ഒരു ബാപ്പ കിടന്നിട്ടുള്ള ബാപ്പ എണിക്കു തീരാതെ രോഗിയായി കിടന്നിട്ടുള്ള ഒരു ബാപ്പക്ക് തുല്യമായിട്ടാണ് റസൂലുള്ളാഹി ചൊല്ലുന്നത്. എത്ര ഗൗരവമായ വിഷയമായിട്ട് ഞങ്ങൾ ചിന്തിക്കണമായത്. ആ രൂപത്തിൽ
അത്രയും കടുപ്പമായ രൂപത്തിൽ റസൂലുള്ളാഹിനെ നിന്ദിക്കുമ്പോൾ അത് എതിരായിട്ട് ശക്തമായ ഭാഷയിൽ മറുപടി പറയും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരമായിട്ട് അല്ലെ റസൂലുള്ളാഹിനെ നിന്യമായിട്ട് ചിത്രീകരിച്ചിട്ടാകുമ്പോൾ അള്ളാഹു താല ശക്തമായിട്ട് മറുപടി കൊടുത്തു. തബ്ബല്ലക്ക് യാ മുഹമ്മദ് ഉണ്ട് അബൂലഹബ് ചെന്നപ്പോൾ അത് ശക്തമായ മറുപടിയാണ് അള്ളാഹുയുടെ ഭാഗത്ത് വന്നേ. തബ്ബല്ലക്ക് യാ മുഹമ്മദ് ഉണ്ട് ഒരു പട ചെന്നപ്പോൾ അള്ളാഹു താല രണ്ട് പട്ട തബ്ബത്ത് യദാ അബീലഹബിൻ വ തബ്ബു, അവനുക്ക് നാശാവട്ടെ അബൂലഹബ് സർവനാശായി പോട്ടുണ്ടാണ് അള്ളാഹു ചൊല്ലേ. അപ്പോൾ ഇങ്ങനെ അള്ളാഹരെ എതിർക്ക് ഇങ്ങനെ ചൊല്ലുവാർ അല്ല എന്തേ അങ്ങനെ ശാപ വെക്കരേണ്ട് അല്ലെ അല്ല എന്തേ നാശാവട്ടെ അല്ല ചൊല്ലേ അത് ശരിയല്ലേണ്ട് ഈ വർഗ്ഗ ചൊല്ലു ഇതിരെ കണ്ടു. അപ്പോൾ സുന്നത്ത് ജമാഅത്തിലെ ദീനിപരമായ വിഷയത്തിൽ ശക്തമായ മറുപടിയാണ് അങ്ങ് കൊടുക്കണായത്. ഇപ്പോൾ നോക്കൂ, റസൂലുള്ളാഹിയുടെ കാലത്ത് ഇന്നേ ഒരു മുസൈലിമത്ത് നാണ് റസൂലുണ്ട് വാദിച്ചത് വന്ന നാണ് റസൂലുണ്ട് വാദിച്ചത് റസൂലുള്ളാഹിക്ക് ഒരു ലെറ്റർ അല്ല എന്തിരെ മിൻ മുസൈലിമത്തി റസൂൽ ഇലാ മുഹമ്മദ് റസൂൽ, നാണ് മുസൈലിമത്ത് റസൂലായിട്ടുള്ള ഒരാൾ മുഹമ്മദ് റസൂൽക്ക് ഒരു ലെറ്റർ എഴുതരായിട്ട് ഒരു ലെറ്റർ അല്ല. റസൂലുള്ളാഹ് കൊടുത്ത മറുപടി നോക്കൊരു ശക്തമായ മറുപടിയാണ് റസൂലുള്ളാഹ് കൊടുത്തത്. റസൂലുള്ളാഹ് നല്ലൊരു മുസൈലിമത്തെ നീ ഇങ്ങനെ ആക്കണ്ട അങ്ങനല്ല ചൊന്നേ. റസൂലുള്ളാഹിയുടെ വാക്ക് പളക്കം നോക്കണം, മിൻ മുഹമ്മദ് റസൂൽ ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്, മുഹമ്മദ് റസൂലായ നാണ് ഒരു ലെറ്റർ എഴുതരെ മുസൈലിമത്തുൽ കദ്ദാബ് പച്ചക്കള്ളനായ മുസൈലിമത്ത് ഉണ്ട്. ഇതിനെ കണ്ടെങ്കിൽ ഈ ആൾ മറന്നിട്ട് ചൊല്ലുവാർ റസൂലുള്ളാഹ് അവൻ്റെ ചീത്ത പറഞ്ഞിട്ട് റസൂലുള്ളാഹ് അവൻ്റെ ഗീബത്ത് ചെന്നുകൊണ്ടാണ് ഈ വർഗ്ഗ ആ രൂപത്തിൽ അതിനെ ചിത്രീകരിക്കുവാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തും സുന്നത്ത് ജമാഅത്തിലെ ദീനിപരമായ വിഷയത്തിൽ ശക്തമായ രൂപത്തിൽ സലഫിരങ്ങ അല്ലെ സലഫി ആശയം ഉള്ളങ്ങ പ്രചാരാക്കുമ്പോൾ അതുക്കെതിരായിട്ട് ശക്തമായ രൂപത്തിൽ സുന്നി പണ്ഡിതന്മാർ ആലിമീങ്ങൾ മശായിഖന്മാരെ തണലിലായിട്ട് വളർന്നു കൊണ്ടുള്ള ഉസ്താദന്മാർ അത് ശക്തമായ മറുപടിയെ കൊടുക്കുവാറ്. അത് നിങ്ങൾ ഗീബത്ത് പച്ചയിറച്ചി ചെന്നൊന്നും കാര്യമില്ല, അത് ഖുർആൻ്റെ രൂപമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപമാണ്. അത് ശക്തമായ രൂപത്തിലേക്കു അതെല്ലാം മശായിഖന്മാരെ തണലിലായിട്ട് നടന്നുകൊണ്ടുള്ള മശായിഖന്മാരെ നേതൃത്വത്തിലായിട്ട് നടന്നുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ അത് ഒരിക്കലും ആർക്കും ഇല്ലാണ്ടാക്കുകയോ ഒരാൾ കേൾക്കുകയോ തീരാച്ചൊന്താക്കുകയോ ആർക്കും സാധ്യമില്ല. അത് മശായിഖന്മാരെ നേതൃത്വത്തിൽ അതെങ്ങനെ മുന്നോട്ട് പോയോണ്ടിക്കൂ. അള്ളാഹു താല ആ മശായിഖന്മാരെ പൊരുത്തത്തിലായി ജീവിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.